ഇത് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തൊരു ഡി ബി ആണ്. അതേപോലെ തന്നെ ഈ വീട്ടിൽ 8ഓളം ഡി ബികളും അതേപോലെ 14ഓളം RCCB അടക്കം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ തന്നെ 2 RCCB നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ഏരിയയുടെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. എന്താ വെച്ചാൽ ഇവിടെ ടോട്ടൽ 3 മോട്ടറാണ് വരുന്നത്. അതിലൊന്ന് നമ്മൾ ഈ ഗാർഡൻ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 1.5 HP, അതേപോലെ ഈ കിണറ്റിൽ നിന്ന് അടിക്കാനുള്ള വീടിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 1 HP, അതേപോലെ ഒരു 1.5 HP ബോർവെല്ലിൽ നിന്ന് വരുന്ന മോട്ടറും, അങ്ങനെ ടോട്ടൽ 3 മോട്ടറാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 8 വേ വരുന്ന ഒരു ഡി ബി ആണ്. അപ്പോൾ നമ്മളത് ഒരു 9 MCB കയറ്റാൻ വേണ്ടിയിട്ട് ഒരു MCB കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടത് 9 വേ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കാണുന്ന LNDയുടെ ഒരു 100 മില്ലി ആംബിയർ വരുന്ന 100 മില്ലിയുടെ RCCB ആണ് വരുന്നത്. അതേപോലെ തന്നെ 40 ആംബിയർ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ തന്നെ 2 RCCB കൊടുക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗാർഡൻ നനയ്ക്കുന്നത് ഫുള്ളി ഓട്ടോമേഷൻ ആയിട്ടാണ്. അതായത് രാവിലെയും വൈകുന്നേരം ഓട്ടോമാറ്റിക്കായി നടക്കും. അപ്പോൾ ഇവിടെ അധികം ആൾക്കാർ അധികം ഇല്ല. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി നടക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ട്രിപ്പ് ആവുകയാണ്. അതായത് ഈ ബോർവെല്ല് ഓൺ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് RCCB ട്രിപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മൾ വെച്ച മോട്ടറല്ല, ബാക്കി 2 മോട്ടറും നമ്മൾ വെച്ചതാണ്. ഇത് വീട് പണി തുടങ്ങുന്ന സമയത്ത് വെച്ചൊരു മോട്ടറാണ്, ബോർവെല്ലിൽ വെച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ആവുന്ന ഇതിന് 100 മില്ലി കൊടുത്തു. ഈ 100 മില്ലി കൊടുത്ത സമയത്ത് അവിടെ ട്രിപ്പിംഗ് കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടോ. അപ്പോൾ ആ ബോർവെല്ലിൽ നിന്ന് വരുന്ന മോട്ടറിന് മാത്രമാണ് 100 മില്ലി സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. ബാക്കി 2 മോട്ടറിന് 30 മില്ലിയാണ് വരുന്നത് കേട്ടോ. അതാണ് 2 RCCB DBയിൽ വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് ഗാർഡൻ ഓട്ടോമേഷൻ ആയിട്ട് നനയുമ്പോൾ ഈ ഓട്ടോമാറ്റിക് ബോർവെല്ല് ഈ ഗാർഡന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ സ്റ്റെപ്പ് ആവും, അപ്പോൾ സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് രണ്ടാമത് വന്ന് പൊക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ആ കംപ്ലൈൻറ്റ് സോൾവ് ആക്കി. പല വീടുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ RCCB ഇല്ലാതെ ഡയറക്റ്റ് മോട്ടറിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ട്രിപ്പിംഗ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വരികയാണെങ്കിൽ 100 മില്ലിയിലേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 30 മില്ലി തന്നെ കൊടുക്കുക നല്ലത് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ 30 മില്ലി തന്നെ മോട്ടർ കൊടുക്കാറ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് അതിന്റെ പാനലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ കംപ്ലൈന്റ് സോൾവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വലിയൊരു പ്രീമിയം ക്വാളിറ്റി വീടൊക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് മോട്ടറിന് മാത്രമായിട്ട് DBയും അതേപോലെ RCCBയും സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ സപ്പോർട്ട് ചെയ്യാം.